നമസ്കാരം. ഞാൻ ഡോക്ടർ ജേക്കബ് ജോർജ്, SUT ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. വൃക്കകൾ നമുക്കറിയാം ദേഹത്തിൽ സുപ്രധാന അവയവങ്ങളിലൊന്നാണ്. വൃക്കകൾ തകരാറിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ ജീവൻ നിലനിർത്താൻ ഡയാലിസിസോ വൃക്ക മാറ്റുകയോ ശസ്ത്രക്രിയ വേണ്ടി വരും. ഡയാലിസിസ് രണ്ട് തരം ഡയാലിസിസാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഹീമോ ഡയാലിസിസ് അല്ലെങ്കിൽ പെരിറ്റോണിയൽ ഡയാലിസിസ്. ഹീമോ ഡയാലിസിസിന് സാധാരണ നമ്മൾ ആശുപത്രിയിൽ വരേണ്ടി വരും. ഒരു പ്രത്യേക മെഷീൻ്റെ ആവശ്യമുണ്ട്, ഒരു ഹീമോ ഡയാലിസിസ് മെഷീൻ. പെരിറ്റോൺ ഡയാലിസിസ് ചിലപ്പോൾ നമുക്ക് വീട്ടിലും ചെയ്യാൻ സാധിച്ചേക്കാം. അത് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോൺ ഡയാലിസിസ് എന്ന് പറഞ്ഞൊരു പ്രത്യേകം തരം ഒരു ഡയാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് ഹീമോ ഡയാലിസിസ് നമ്മൾ SUT ആശുപത്രിയിൽ 25 വർഷത്തിൽ കൂടുതൽ തന്നെ ചെയ്യുന്നുണ്ട്. എൻ്റെ പേര് ഗോപകുമാർ PR. SUTയിൽ 25 വർഷമായിട്ട് ഞാൻ ഡയാലിസിസ് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ചീഫ് ഡയാലിസിസ് ടെക്നീഷ്യനാണ്. ഇന്നിപ്പം നമ്മളിവിടെ ഞാൻ സംസാരിക്കുന്നത് ഹീമോ ഡയാലിസിസ് എങ്ങനെ ചെയ്യാം, അതിൻ്റെ കോസ്റ്റ് എത്ര, ഇതിനെക്കുറിച്ചാണ്. ആദ്യമായിട്ട് നമുക്കൊരു ഹീമോ ഡയാലിസിസിന് ഡോക്ടർ നമുക്ക് പേഷ്യൻറ്റിനെ റെഫർ ചെയ്യുമ്പോൾ അതെന്താണ്, അതിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഡോക്ടർ റെഫറൻസ് തരും. അതിനകത്ത് നമുക്കിപ്പം ഫസ്റ്റ് വരുന്നത് പേഷ്യൻ്റ് വരുമ്പോൾ നമുക്ക് ആക്സസ് ഇല്ലാതായിരിക്കും വരുന്നത്. അപ്പം അങ്ങനെ വരുന്ന പേഷ്യൻറ്റിന് നമുക്കൊരു ടെമ്പററി ആക്സസ് നമുക്ക് ഇടേണ്ടി വരും. അത് ഇൻറ്റേർണൽ ജുഗുലാർ വെയിനിലായിരിക്കാം, ഒരു പക്ഷേ ഫെമറലിലായിരിക്കാം ഇടുന്നത്. അപ്പം അതിനുള്ളത് നമ്മുടെ കയ്യിൽ ഡബിൾ ലൂമൻ കത്തീറ്റർ എന്ന് പറയുന്നത് ഇതുപോലുള്ള ഡബിൾ ലൂമൻ കത്തീറ്ററാണ്. ഈ ഡബിൾ ലൂമൻ കത്തീറ്ററാണ് നമ്മൾ ടെമ്പററി ആക്സസ് ആയിട്ട് ഇടുന്നത്. ആ ടെമ്പററി ആക്സസിലാണ് നമ്മൾ പേഷ്യൻറ്റിനെ ഡയാലിസിസിനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത് പേഷ്യൻ്റ് ക്രോണിക്കിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് നമുക്ക് പെർമനൻ്റായിട്ട് പേഷ്യൻറ്റിനെ ഡയാലിസിസ് ചെയ്യേണ്ട ആക്സസ് ഉണ്ട്. അതിന് നമ്മൾ കയ്യിൽ AV ഫിസ്ല എന്നും പറഞ്ഞ ഒരു ആക്സസ് ഉണ്ട്. അതായത് നമ്മുടെ കയ്യിലെ ആർട്ടറിയും വെയിനും കൂടെ ജോയിൻ ചെയ്യുന്ന റേഡിയോസെഫാലിക് ആണ് നമ്മൾ അതിന് ആക്സസ് ചെയ്യുന്നത്. ആ ആക്സസിലൂടെ നമ്മൾ ലൈഫ് ലോങ് പേഷ്യൻറ്റിന് നമുക്ക് ഡയാലിസിസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പേഷ്യൻ്റ് വരുമ്പം ആ പേഷ്യൻറ്റിനെ ഡയാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡയലൈസർ എന്ന് പറയും. അതിൻ്റെ ബ്ലഡ് ട്യൂബിങ്സ് ഉണ്ട്. ഇത് രണ്ടും കണക്ട് ചെയ്ത് മിഷൻ വഴിയാണ് നമ്മൾ പേഷ്യൻറ്റിന് ഡയാലിസിസിന് എടുക്കുന്നത്. ആ ഡയാലിസിസ് സമയത്ത് പേഷ്യൻറ്റിൻ്റെ നീര് കാണും, പേഷ്യൻറ്റിൻ്റെ കാലയിൽ നല്ല നീരായിരിക്കും, പേഷ്യൻറ്റിന് ശ്വാസം മുട്ടലുണ്ടായിരിക്കാം. അപ്പം പേഷ്യൻറ്റിന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യും 2 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ ഫ്ലൂയിഡ് റിമൂവ് ചെയ്യണം, അൾട്രാ ഫിൽട്രേഷൻ റിമൂവ് ചെയ്യണം എന്ന് പറയുമ്പം നമ്മൾ അതിനനുസരിച്ച് പേഷ്യൻറ്റിനെ ഡ്രൈ ആക്കണം. കാര്യം പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ അത്രയും ഫ്ലൂയിഡ് ഉണ്ട്. ആ യൂറിൻ ഔട്ട്പുട്ട് ഇല്ലാതെ വരുമ്പം അത്രയും ഫ്ലൂയിഡ് കെട്ടിക്കിടക്കുക. അപ്പോൾ അത്രയും ഫ്ലൂയിഡിനെ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കണം. ഈ ഡയാലിസിസ് നടക്കുന്ന സമയത്ത് 3 ഫംഗ്ഷനാണ് നടക്കുന്നത്: ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, അൾട്രാ ഫിൽട്രേഷൻ. ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈ കോൺസെൻട്രേറ്റീവ് ലോ നമ്മുടെ ബ്ലഡിനകത്തുള്ള മാലിന്യത്തിനെ അത് നമ്മൾ വെളിയിലോട്ട് എടുക്കുന്നതാണ്. അതുപോലെ ഓസ്മോസിസ് നമ്മുടെ സോഡിയം, പൊട്ടാസ്യം അങ്ങനെയുള്ള ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യുന്നത്. പിന്നുള്ളത് അൾട്രാ ഫിൽട്രേഷനാണ്. നമ്മുടെ ബോഡിയിലുള്ള എക്സസ് ഫ്ലൂയിഡിനെ നമ്മൾ മിഷൻ വഴി ഒരു പ്രഷർ കൊടുത്തുകൊണ്ട്, ഫിൽറ്ററിനകത്തോട്ട് ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് നമ്മളതിനെ അബ്സർവ് ചെയ്ത് എടുക്കുകയാണ്, സക്ഷൻ ചെയ്തെടുക്കുക. അതാണ് അൾട്രാ ഫിൽട്രേഷൻ ഇതിനകത്ത് നടക്കുന്നത്. ആ 3 ഫംഗ്ഷന് അറ്റ് എ സെയിം ടൈം നടന്ന് പേഷ്യൻറ്റിനെ നമ്മൾ ഡയാലിസിസ് നടക്കണം. ഫസ്റ്റ് ഡയാലിസിസ് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത് 2 hours ഡയാലിസിസ് ചെയ്യുന്നത്. സെക്കൻഡ് ഡയാലിസിസ് 3 hours ആണ്. ഗ്രാജുവലിയാണ് നമ്മൾ 4 hours ടൈമിലോട്ട് നമ്മൾ പേഷ്യൻറ്റിനെ മാറ്റുന്നത്. രണ്ടാമത് വരുന്നത് ഇപ്പം പേഷ്യൻറ്റിന് ഈ സമയത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഡയാലിസിസ് സമയത്ത് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകാം, പേഷ്യൻറ്റിന് ചിൽസ് ഉണ്ടാകാം, വൊമിറ്റിംഗ് ഉണ്ടാകാം, മസിൽ ക്രാംസ് ഉണ്ടാകാം. ഇതെല്ലാം ഈ ഹീമോ ഡയാലിസിസിനകത്ത് ഉള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ഇതിനകത്ത് ഒത്തിരി അഡ്വാൻറ്റേജ് ഉള്ളത് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഉള്ള ക്ലിയറൻസ് നമുക്ക് കിട്ടും. അൾട്രാ ഫിൽട്രേഷൻ നടത്താൻ പറ്റും.
പേഷ്യൻറ്റിനെ നമുക്ക് അത്രയും പെട്ടെന്ന് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്കൊരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ആയിട്ട് വരുന്ന ഒരു പേഷ്യൻറ്റിനെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ പേഷ്യൻറ്റിനെ നമുക്ക് സ്റ്റേബിളാക്കാൻ പറ്റും. അതാണ് ഹീമോഡയാലിസിസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ബി പി കുറവായിട്ടുള്ള പേഷ്യൻറ്റിനെ നമുക്ക് ഡയാലിസിസ് ചെയ്യണം. ആ ഡയാലിസിസിന് ചെയ്യണമെങ്കിൽ നമ്മൾ CRRT എന്നും പറഞ്ഞ ഒരു ഡയാലിസിസ് ആണ്, അതായത് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി. അത് നമ്മൾ 48 hours അല്ലെങ്കിൽ 72 hours ആണ് നമ്മൾ പേഷ്യൻറ്റിനെ ഡയാലിസിസിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ആ പേഷ്യൻറ്റിന് നമ്മൾ ബ്ലഡ് ഫ്ലോ റേറ്റ് വളരെ കുറവായിരിക്കും, 150ക്ക് താഴെയായിരിക്കും, അൾട്രാ ഫിൽട്രേഷൻ റേറ്റും വളരെ താഴെയായിരിക്കും. അപ്പം പേഷ്യൻറ്റിന് വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്ത് ഈ 72 hours കൊണ്ട് പേഷ്യൻറ്റിനെ നമുക്ക് സ്റ്റേബിളാക്കി എടുക്കാൻ പറ്റും. അത് BP ഒരുപാട് കുറവായവർക്കാണ് നമ്മൾ CRRT സജസ്റ്റ് ചെയ്യുന്നത്. അത് ഇപ്പം നമുക്ക് ഹീമോഡയാലിസിസ് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻ്റിനെയാണ് നമ്മൾ CRRTയിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഡയാലിസിസ് പേഷ്യൻറ്റിന് ഡ്യൂറിങ് ടൈമിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം. ഇതെല്ലാം ഡ്യൂറിങ് ടൈമിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. അതുപോലെ നമുക്ക് ഡയാലിസിസിൻ്റെ ഫ്രീക്വൻസി, പേഷ്യൻ്റെ ഔട്ട്പുട്ടൊക്കെ കുറവായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ വീക്കിലി ത്രൈസ് ആണ് ഡയാലിസിസിന് സജസ്റ്റ് ചെയ്യുന്നത്. വീക്കിലി ത്രൈസ് ആണെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് വളരെ കംഫർട്ടബിൾ ആയിരിക്കും, അപ്പറ്റൈസർ ഉണ്ടാകും. അതുപോലെ പേഷ്യൻറ്റിന് റെസ്ട്രിക്ഷൻസ് കുറവായിരിക്കും വീക്കിലി ത്രൈസ് ആകുമ്പോൾ. വീക്കിലി ടോയ്സ് പേഷ്യൻറ്റിന് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ റെസ്ട്രിക്ഷൻസ് നമുക്ക് ഇത് ചെയ്യേണ്ടി വരും. കാര്യം ഔട്ട്പുട്ട് കുറവുള്ള പേഷ്യൻറ്റിന് വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ അത് ശ്വാസം മുട്ടലിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻറ്റിനെ നമുക്ക് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. വീക്ക്ലി ത്രൈസ് ആണെങ്കിൽ നമുക്ക് അത് പേഷ്യൻറ്റിനെ റെസ്ട്രിക്റ്റ് നമുക്ക് കുറച്ച് മതിയാകും. അതുപോലെ ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടി വരും, ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഇതെല്ലാം ഈ ഹീമോഡയാലിസിസിനാണ്. ഇവിടെ SUTയിലെ ഡയാലിസിസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1450 രൂപയാണ് ഡയാലിസിസിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മളിവിടെ ചെയ്ത് കൊടുക്കുന്നത് പേഷ്യൻറ്റിന്. ഇവിടെ 18 വർഷമായിട്ട് 2500 ഡയാലിസിസിന് മേൽ ചെയ്ത പേഷ്യൻ്റ് ഇപ്പോഴും വളരെ ഹെൽത്തി ആയിട്ട് ഡയാലിസിസ് ചെയ്ത് പോകുന്നുണ്ട്. അതാണ് നമ്മുടെ SUTയുടെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ മഹത്വം.